തക്കാളിപ്പഴം കൊണ്ട് സ്വാദിഷ്ടമായ ഒരു ചാറുകറി വെച്ചാലോ? അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ തക്കാളിയും 3 മീഡിയം സൈസ് തക്കാളിയുമാണ്. ഇനി തക്കാളി ഒന്ന് അരിഞ്ഞു വയ്ക്കാം. ഞാൻ സാധാരണ അരിയുന്നത് ചതുര കഷ്ണങ്ങളായിട്ടാണ്. നീളത്തിൽ വേണമെങ്കിലും അരിയാം കേട്ടോ. മഞ്ഞളും ഉപ്പും വിനാഗിരിയും വെള്ളത്തിലേക്ക് ഒഴിച്ച് അതിൽ തക്കാളിപ്പഴം 2 മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്താണ് കേട്ടോ ഞാൻ. ഈ ഒരു സൈസിലാണ് തക്കാളിപ്പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ ചേർക്കാൻ ആവശ്യമായ ചേരുവകൾ 1 സവോള, 4 പച്ചമുളക്, 4-5 വെളുത്തുള്ളി എന്നിവയാണ്. സവോള ഇങ്ങനെ നീളത്തിലൊന്ന് അരിഞ്ഞതിന് ശേഷം ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചു. പച്ചമുളകും 2-3 ആയി കീറി വയ്ക്കുക. 4-5 വെളുത്തുള്ളിയും ചെറുതായി കീറി വെച്ചതെല്ലാം കൂടെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയിലേക്ക് മാറ്റാം. ഞാനിത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പ്രഷർ കുക്കർ സ്റ്റൗവിലേക്ക് മാറ്റാം. അതിലെ വെള്ളം ജസ്റ്റ് ഒന്ന് തുടച്ചെന്നേ ഉള്ളേ. കുക്കർ ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും മറ്റും ഇടുക. അതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഇടുക. എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ഇടുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഈ ഒരു പരുവാകുമ്പോൾ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഈ സമയം വേവിക്കുന്നത്. ഈ സമയം അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തേങ്ങ മുഴുവൻ ചിരകിയത്, 4 കാന്താരി മുളക്, 3 ചെറിയ ഉള്ളി, ഒരു 4 ഇതൾ കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം എന്നിവയാണ്. ഇതെല്ലാം നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ആദ്യം അധികം വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. 1 വിസിൽ വന്നതിന് ശേഷം തക്കാളിപ്പഴം ഇങ്ങനെ നന്നായി വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് തക്കാളിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ മിശ്രിതം ചേർക്കാം. അതിലേക്ക് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം അവനവന് ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഞാൻ ചേർത്തു. ഇനി ഉപ്പൊന്ന് നോക്കുക. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
കറി ഒന്ന് ജസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. അധികം തിളയ്ക്കാൻ അനുവദിക്കരുത്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടാം. അതിനായി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചു. പാൻ ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 5-6 ഉള്ളി വട്ടത്തിലരിഞ്ഞ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല നെയ്യ് കൂടി ഒഴിച്ച് 5 മിനിറ്റ് മൂടി വയ്ക്കുക. എരിവും പുളിയും സ്വാദുമുള്ള തക്കാളിക്കറി റെഡിയായിരിക്കുന്നു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ സാധാരണ ചോറിനാണ് ഇത് ഉപയോഗിക്കുന്നത്. താങ്ക് യു.